نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فيا أيها الناس أوصيكم عباد الله بالتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون മുഅ്മിനുകളെ, അല്ലാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും അതിനായി പ്രവർത്തിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. ഖുർആനിലെ മഹത്തായ 2 വചനങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അത് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് ആയിരിക്കുമ്പോൾ ആകാശലോകത്ത് ഉണ്ടായ ഒരു ശബ്ദം, ഇമാം മുസ്ലിമും തുർമുദിയും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. അത് നബിയോട് പറഞ്ഞു, അത് മുൻ കഴിഞ്ഞ പ്രവാചകർക്കൊന്നും തുറക്കപ്പെടാത്ത ഒരനുഗ്രഹം അവിടത്തേക്ക് അള്ളാഹു നൽകുകയാണ്. അതിലൊന്ന് സൂറത്തുൽ ഫാത്തിഹയും 2 സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തുമത്രേ. അപ്പൊ ഇത് രണ്ടും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, സൂറത്തുൽ ബഖറയിലെ അവസാന വചനങ്ങളിൽ 2 ആയത്തുകൾ അത് അയാൾക്ക് മതിയാകും. ജീവിതത്തിൽ ഏറെ അനുഗ്രഹങ്ങൾ നിറഞ്ഞതും വലിയ കാവൽ ലഭിക്കുന്നതിനും സ്വന്തം ജീവിതത്തെ അള്ളാഹു സ്വീകരിക്കുന്നതിനും ഇടം നൽകുന്നതാണ് ആ ആയത്ത് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഉണർത്തിയത്. പാരായണവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിഫലത്തെയും ശ്രേഷ്ഠതയെയും മഹത്വത്തെയും വിവരിക്കുന്ന ഹദീസുകൾ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സമയം ലഭ്യമാകുന്നതനുസരിച്ച് നിങ്ങൾ വായിച്ച് പഠിക്കുക. ആമനർ റസൂൽ ഹഖ്ഖുൻ അലൈഹി അൻ യുഅ്മിന, ഈ വാക്കിന് നബി നൽകുന്ന ഒരു മറുപടിയാണ്.
റസൂല് വിശ്വസിച്ചു എന്നാണല്ലോ അള്ളാഹു ഇവിടെ വെളിപ്പെടുത്തിയത്. ഏതൊരാൾക്കാണോ ഈ വചനം അവതരിച്ചത് അദ്ദേഹത്തിന് അതിൽ വിശ്വസിക്കൽ അർഹതയുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഹഖ്ഖുൻ അലൈഹി അൻ യുഅ്മിന എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ഉണർത്താൻ കാരണം. അപ്പൊ പ്രവാചകന്റെ മേൽ അവതീർണമായ അള്ളാഹുവിൻ്റെ വഹ്യുകളിൽ ദൃഢമായ വിശ്വാസം നബിക്ക് അനുഭവപ്പെട്ടിരുന്നു. നബി അത് പുലർത്തിയിരുന്നു. അത് നബി തന്നെ എടുത്തു പറയുന്ന ഒരായത്താണ്, ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ഷദീദുൽ ഖുവ, സൂറത്തുൻ നജ്മ്. ഇത് അള്ളാഹു നൽകുന്ന ഒരു സന്ദേശമാണ്. എല്ലാ ശക്തിയും പ്രതാപവും ഉള്ളവനാണ് നബിയെ അത് പഠിപ്പിക്കുന്നത് എന്ന് സൂറത്തുൻ നജ്മിൽ അള്ളാഹു വിളംബരം ചെയ്യുന്നു. അപ്പോൾ ആമനർ റസൂൽ, റസൂൽ വിശ്വസിച്ചു, ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി, തൻ്റെ രക്ഷിതാവിൽ നിന്ന് തനിക്ക് അവതരിച്ച വചനങ്ങളിൽ അദ്ദേഹം വിശ്വസിച്ചിരിക്കുന്നു. വൽ മുഅ്മിനൂൻ, വിശ്വാസികൾക്കും ഈ പറഞ്ഞ എല്ലാത്തിലും നബി എങ്ങനെയാണോ വിശ്വസിച്ചത് അതുപോലെ മുഴുവൻ വിശ്വാസികളും മുഅ്മിനുകളും വിശ്വസിച്ചു കഴിഞ്ഞിരിക്കുന്നു. കുല്ലുൻ ആമന ബില്ല, എല്ലാവരും. അപ്പൊ നബി ഉൾപ്പെടെ ലോകത്തിൻ്റെ അന്ത്യം വരെയും വരുന്ന മുഴുവൻ വിശ്വാസികളും, അപ്പൊ നബിയിൽ നിന്ന് തുടങ്ങി മനുഷ്യവംശത്തിൻ്റെ വിശ്വാസപരമായി അവസാനിക്കുന്ന ഘട്ടം വരെയുമുള്ള മുഴുവൻ ആളുകളും വിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹുവിൽ, രണ്ട് മലക്കുകളിൽ, ബില്ലാഹി വ മലായിക്കത്തിഹി, രണ്ട് മലക്കുകളിലാണ്. അതുകൊണ്ട് നമ്മുടെ ഈമാനിൽ മലക്കുകളിലുള്ള വിശ്വാസം വളരെ വിസ്തൃതമായിട്ടാണ് തഫ്സീറുകളിലൊക്കെ രേഖപ്പെടുത്തിയത്. നമ്മൾ അറിയുന്ന ഏതാനും ചില മലക്കുകളല്ല, ഈ പ്രപഞ്ചം എന്ന ഈ മഹാസിംഹാസനത്തെ നിയന്ത്രിക്കുന്നതിനും കൃത്യനിർവഹണത്തിനും വിവിധ കാര്യങ്ങളിൽ അള്ളാഹു ചുമതലപ്പെടുത്തിയ വൻ കൂട്ടം മലക്കുകളെ സംബന്ധിച്ച് ഖുർആനിലും ഹദീസിലുമെല്ലാം ധാരാളം പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈമാൻ കാര്യത്തിൽ അള്ളാഹു പരാമർശിക്കപ്പെട്ടാൽ ഉടൻ പറയുന്നത് മലക്കുകളിൽ വിശ്വസിക്കണം. മലക്കുകളാണ് വഹ്യുകൾ വഹിക്കുന്നവര്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ യഫ്അലൂന മാ യുഅ്മറൂൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അള്ളാഹു മലക്കുകളോട് എന്ത് ആജ്ഞാപിക്കുന്നു, കൽപ്പിക്കുന്നു, നിർദ്ദേശിക്കുന്നു, അത് അപ്പടി അവർ ചെയ്തിരിക്കും. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിക്കാൻ അവർക്ക് കഴിയില്ല, മാറ്റിവയ്ക്കാൻ കഴിയില്ല, രൂപമാറ്റം വരുത്താൻ കഴിയില്ല. സൂറത്തുൽ ഫജ്റിൽ വൽ മലക്കു സഫൻ സഫ, മലക്കുകൾ അണിയായി നിർത്തപ്പെടുന്ന ഒരു ദിവസം നബിയുടെ ഉമ്മത്തുകളുടെ മുൻപിൽ അവരുടെ വിശ്വാസപരമായ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ വാനലോകത്തുള്ള മുഴുവൻ മലക്കുകളുടെയും സാന്നിധ്യമുള്ള ഒരു ദിവസത്തെയാണ് ആ വചനം അറിയിച്ചത്. വജീഅ യൗമൈദിൻ ബിജഹന്നം യൗമൈദിൻ യതദക്കറുൽ ഇൻസാനു. അപ്പൊ ജഹന്നമിനെ കൊണ്ടുവരുന്ന ഒരു ദിവസമാണത് എന്നാണ് മലക്കുകളെ ഇങ്ങനെ നിർത്തുന്നത്. മനുഷ്യവംശത്തിന്റെ നേർക്കാഴ്ചയിലാണ് അള്ളാഹു അവരെ അണികളായി നിലനിർത്തുക. അങ്ങനെ ഖുർആനിൽ ധാരാളം ഇടങ്ങളിൽ ഈ മലക്കുകളെ പരാമർശിക്കുന്നുണ്ട്. ഈ സൂറത്തുൽ ഖാഫ്, സൂറത്തുൽ ഖാഫിനകത്ത്
മലക്കുകളുടെ രീതികളെ കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്ന ആയത്തുകൾ കാണാം. അങ്ങനെ ഓരോ സൂറകളിലും. അപ്പം അള്ളാഹുവിന്റെ റസൂല് ഈമാൻ ഉൾക്കൊണ്ടിരിക്കുന്നു. വിശ്വാസികളെല്ലാം അള്ളാഹുവിൽ, മലക്കുകളിൽ. കുത്തുബിഹി, അള്ളാഹുവിന്റെ കിതാബുകളിൽ. കിതാബുകൾ എന്നതൊരു വിസ്തൃതമായ വിജ്ഞാന ഭാണ്ഡമാണ്. വളരെ കുറച്ചു മാത്രമേ മനുഷ്യർക്ക് ലഭിച്ചിട്ടുള്ളൂ. ആ ലഭിച്ചതിൽ പരിപൂർണമായും മനുഷ്യരുടെ മുൻപിൽ നിലനിൽക്കുന്നത് ഒരു കിതാബാണ്. അത് വിശുദ്ധ ഖുർആനാണ്. അത് എങ്ങനെയാണോ വഹിയുണ്ടായത് ആ നിലയിൽ മനുഷ്യരുടെ മുൻപിൽ യാതൊരു ഏറ്റക്കുറച്ചിലും ഇല്ലാതെ, ഒന്നും കളഞ്ഞു പോകാതെ, കൂട്ടിച്ചേർക്കപ്പെടാതെ അതേ അസലിൽ തനതായ രൂപത്തിൽ നിലനിർത്തപ്പെട്ടിരിക്കുന്ന ഒരു കിതാബ്. പക്ഷേ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കെല്ലാം കിതാബുകൾ നൽകിയിരുന്നു. അത് ഏത്, എന്ത് എന്നൊന്നും എല്ലാം പരാമർശ വിധേയമല്ല. അറിയപ്പെടുന്ന 4 കിതാബുകളാണ് ഇന്ന് ലോകത്ത് ഉള്ളത്. അത് ഏതിനൊക്കെയാണ് തനതായ ക്രമത്തിലും ഭാവത്തിലും അവശേഷിപ്പുണ്ടായത് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ആ രീതിയിലുള്ളൊരു ചർച്ചയല്ല ഈ ആമന റസൂൽ ഉൾക്കൊള്ളുന്നത്. അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും വിശ്വസിക്കുന്നു എന്ന് പറയുന്ന നബിയും വിശ്വാസികളും അള്ളാഹുവിൽ നിന്ന് അവതീർണമായ മുഴുവൻ കിതാബുകളിലും വിശ്വാസമുള്ളവരാണ്. അവിടെ ഒരു വലിയ പാഠമുള്ളത്, ഈ ആധുനിക യുഗത്തില് 21-ാം നൂറ്റാണ്ടിൽ ഇന്ന് നമ്മൾ വളരെ കൂടുതൽ അറിഞ്ഞ ഒരു യുഗത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ നമ്മുടെ അറിവുകളെല്ലാം വിഭജിതമാണ്, നിറം കൊടുക്കപ്പെട്ടതാണ്, വേലി കെട്ടി തിരിക്കപ്പെട്ടതാണ്. ഇത്ര വിജ്ഞാനപരമായ വളർച്ചയുണ്ടായ ഈ നൂറ്റാണ്ടിൽ പോലും ജീവിക്കുന്ന ബുദ്ധിമാന്മാരായ മനുഷ്യർ വിജ്ഞാനത്തിന് നിറം നൽകുന്നു, അതിർത്തി നിർണയിക്കുന്നു, വർണ്ണം നൽകുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പൊ നമ്മൾ അതുകൊണ്ട് ലോക വിജ്ഞാനങ്ങളെ മുഴുവനും വായിക്കുകയോ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യാൻ നമ്മൾ സന്നദ്ധരല്ല. നമുക്ക് കേൾക്കുമ്പോൾ ഉടനെ തന്നെ പറയും അത് അവരുടെ പുസ്തകങ്ങളാണ്, കിതാബാണ്, അതിൻ്റെ തഫ്സീറാണ്, അവർ കൊണ്ടു നടക്കുന്ന അഖീദയാണത്. ഇങ്ങനെ വേർതിരിക്കപ്പെടും. ഇനി അഹ്ലുസുന്നയിലേക്ക് വന്നാൽ അവരുടെ ഇടയിൽ ഇതുപോലെ 1000 വരമ്പുകളാണ്. ഒരിക്കലും അറിവിനെ അറിവ് എന്ന നിലയിൽ കാണാനോ കേൾക്കാനോ വായിക്കാനോ പഠിക്കാനോ നമ്മൾ ആരും സന്നദ്ധരേ അല്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവന് പിന്നെ ജീവിക്കാൻ കഴിയില്ല. അപ്പൊ ഇവിടെ ഈ ആയത്ത് പ്രഖ്യാപിക്കുന്ന വിജ്ഞാനപരമായ മേഖലയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സമീപനം, കഴിഞ്ഞുപോയ വിശ്വാസികളുടെ സമീപനം, ഇത് രണ്ടും അള്ളാഹു ഇവിടെ എടുത്തുണർത്തുന്നു. ഇവർ എല്ലാവരും അതിൽ വിശ്വസിക്കുന്നു. ഈ വിശ്വാസത്തിനും ഉൾക്കൊള്ളലിനും ഒരു പ്രത്യേകതയുണ്ട്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻ റുസുലിഹി. ഒരു അംബിയാ മുർസലുകളെയും ഞങ്ങൾ വിവേചിച്ച് കാണുകയില്ല, വേർതിരിച്ച് ഞങ്ങൾ കാണുകയില്ല. മുഴുവൻ അംബിയാ മുർസലുകളും അള്ളാഹു തെരഞ്ഞെടുത്ത് നിയോഗിച്ച് ജനങ്ങൾക്കിടയിൽ ദഅവത്തിന് വേണ്ടി നിയോഗിച്ചതാണ്. അവർക്ക് നൽകപ്പെട്ട കിതാബുകളും. അപ്പൊ പ്രവാചകന്മാര് മുർസലീങ്ങളിൽ വിവേചനം ഉണ്ടാക്കുകയില്ല. അവരുടെ അറിവുകളെയും ഞങ്ങൾ വിവേചിച്ച് മാറ്റി നിർത്തുകയില്ല. ഈ ഒരു സന്ദേശമാണ് ആമനർ റസൂൽ നൽകുന്നത്. പക്ഷെ ഈ ആയത്തോതി കിടക്കുന്ന ആളുകൾ തന്നെ മനസ്സുകൊണ്ട് തീരുമാനമെടുക്കുന്നത് ഈ അറിവുകൾ വേലി കെട്ടി തിരിച്ചതുപോലെ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല.
അത് വളരെ ഭംഗിയായി അതിനെക്കുറിച്ച് എഴുതിയ ഒരുപാട് മഹാരഥ പണ്ഡിതന്മാരുണ്ട്. തഫ്സീർ തൻതാവി അതിൽപ്പെട്ടയാളാണ്. അദ്ദേഹം ഗോളശാസ്ത്രം, അതുപോലെ ആകാശ ലോകങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല, നക്ഷത്ര സമൂഹങ്ങൾ, സൃഷ്ട വൈഭവങ്ങളിലെ അത്ഭുതങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രപഞ്ച ജ്ഞാനം, ഇതൊക്കെ വിസ്തരിച്ച് രേഖപ്പെടുത്തിയ ഒരാൾ കൂടിയാണ്. അത്രയും വിശാലമായിട്ടാണ് അദ്ദേഹം അതിന് വ്യാഖ്യാനങ്ങൾ കൊടുത്തത്. 30 വാള്യങ്ങളുണ്ട്. ഖുർആനിന്റെ വിശദീകരണം നൽകിയതാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ നമ്മൾ വിഭജിക്കുന്നത് പോലെ അറിവിന്റെ ലോകത്തെ വിഭജിച്ച് പാർശ്വവൽക്കരിച്ച് കൂടെ കുറച്ച് കഷ്ണം മാത്രം സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്നവരല്ല റസൂലിൽ ഈമാനുള്ള വിശ്വാസികൾ. വഖാലു, ഇവരെല്ലാവരും പറയും, നബിയും പറയുന്ന വാക്ക് തന്നെയാണ് വിശ്വാസികൾ. സമീഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു. ഇവിടെ ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഴി ഇമാം നസായിയും അഹ്മദും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. ഈ ആയത്തിറങ്ങിയപ്പോൾ നബിയോട് ചില സഹാബികൾ ആവലാദികൾ പറഞ്ഞു. അപ്പൊ ആവലാദിക്ക് മറുപടിയായി നബി അവരോട് നൽകുന്ന നിർദ്ദേശം, വേദക്കാരായ ആളുകൾ പറയുന്നത് പോലെ നിങ്ങൾ പറയരുത്. ഞങ്ങൾ കേട്ടു, പക്ഷെ അതുപോലെ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. കേൾവി ഞങ്ങൾക്ക് തടയാൻ പറ്റൂല, പക്ഷെ പറയുന്ന ഈ കേട്ടതുപോലെ ഞങ്ങൾ ജീവിക്കൂല എന്ന് നിങ്ങൾ പറയരുത്. അതിൻ്റെ ഒരു പുതിയ പതിപ്പ് പറയാം, ഇപ്പോഴുള്ളൊരു പതിപ്പ്. ഈ പറഞ്ഞ നബി അവരോട് പറഞ്ഞത് വേദക്കാരുടെ മറുപടിയാണ്. അപ്പൊ നബിയുടെ ഉമ്മത്തുകൾ എന്ത് മറുപടിയാ പറയണേ? നമ്മളൊക്കെ പറയുന്നത് അതുപോലെയൊക്കെ കൃത്യമായി ഉൾക്കൊണ്ട് ജീവിക്കാൻ ഇന്ന് ആർക്ക് കഴിയും? പഴയ കാലത്ത് ആരെങ്കിലൊക്കെ ജീവിച്ചിട്ടുണ്ടാവും, ഇന്ന് നമുക്കൊന്നും അത് കഴിയില്ല. ഇത് പറയാത്ത ആരാ ഉള്ളേ? നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയേ. വേദക്കാരന്ന് പരസ്യമായിട്ട് പറഞ്ഞു നിരാകരിച്ചു. നമ്മൾ പറയുന്നത് ഇതിൻ്റെ പ്രായോഗികത പ്രയാസകരമാണ്. ഇന്ന് അതുകൊണ്ട് ആരും ഖുർആനും നബിയും പറഞ്ഞതുപോലെയൊന്നും അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായി ആരും ജീവിക്കുന്നില്ല എന്ന്, ജീവിക്കാൻ കഴിയില്ല. തമ്മിലുള്ള ബന്ധം നിങ്ങൾ മനസ്സിലാക്കാൻ പറഞ്ഞതാണ്. അപ്പൊ റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, ഖാലു സമീഅന വഅതഅന, കേൾക്കുന്നതിന് വഴിപ്പെടണം. അള്ളാഹുവിന്റെ വചനങ്ങൾ കേട്ടാൽ ആ വചനത്തിന് നിങ്ങൾ വഴിപ്പെടണം, അനുസരിക്കണം, വിധേയപ്പെടണം, കീഴ്പ്പെടണം. എന്നിട്ട് ഗുഫറാനക റബ്ബന, ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് നീ പുറത്തു തരേണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. വഇലൈക്കൽ മസീർ, കാരണം നിന്നിലേക്ക് ഞങ്ങളെല്ലാവരും തിരിച്ചു വരും. അപ്പൊ നീ പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം പരലോകം ഞങ്ങൾക്ക് നഷ്ടമാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഈ ആയത്ത് പൂർത്തീകരിക്കുന്നത്, രണ്ടാമത്തെ ആയത്ത് ഇതാണ്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ, ഒരാളെയും അള്ളാഹു ശാസിക്കുന്നില്ല, നിർബന്ധിക്കുന്നില്ല, ഇല്ലാ വുസ്അഹ, ആ മനുഷ്യന് എന്ത് കഴിയുമോ അതല്ലാതെ. ഒരാത്മാവിന്, ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യാനുള്ള ശേഷിയുണ്ടോ അത് മാത്രമേ കൽപ്പിക്കാറുള്ളൂ. ഇവിടെ ഒരുപാട് വചനങ്ങളുണ്ട്. അതിൻ്റെ ഈ ഒരു വാക്കിന്റെ അർത്ഥവിവക്ഷ അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. ഇതതിൻ്റെ മുകളിലുള്ള ഉപരിതലത്തിലുള്ള ഒരു യാത്രയാണ്. അള്ളാഹു ഒരു മനുഷ്യരോടും കൽപ്പിക്കുന്നില്ല അവർക്ക് കഴിയുന്നതല്ലാതെ. ഈ ആയത്തിറങ്ങി കഴിഞ്ഞപ്പോൾ സഹാബികൾ നബിയുടെ മുൻപിൽ വലിയൊരു ആവലാതി പറഞ്ഞു. പ്രവാചകരെ, ഞങ്ങളുടെ ഉള്ളിൽ പല കാര്യങ്ങളും വിചാരിക്കുകയും തോന്നുകയും ഒക്കെ ഉണ്ട്. അതനുസരിച്ച് ഞങ്ങൾ എന്താണ് ഇനി ചെയ്യാൻ കഴിയുക? അള്ളാഹുവിൽ നിന്നുള്ള വിഷയമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നൽകിയ മറുപടി,
അതിന് നൽകിയ ഒരു മറുപടിയുണ്ട്. എന്താ പറ്റിയേ? മതിയല്ല. അപ്പൊ അതാണ് ആയത്തുൽ കുർസി. അല ആമന റസൂൽ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ലഹാ മാ കസബത്ത് വഅലൈഹാ മക്തസബത്ത്. ഏതൊരു നഫ്സിനും ആ നഫ്സ് പ്രവർത്തിച്ചത് അതിന്റെ ഫലം അള്ളാഹു നിജപ്പെടുത്തി. എന്ത് കാര്യമാണോ പ്രവർത്തിക്കാതിരുന്നിട്ടുള്ളത് അതിന് കൂലി കൊടുക്കേണ്ടതാണെങ്കിൽ അവൻ അതിന് സവാബ് നിർണയിച്ചിട്ടുണ്ടാവും. തിന്മയാണ് മനസ്സിൽ വന്നത് എങ്കിൽ ഇവരെയൊക്കെ പുറത്താക്കണ്ട. ഒരു വിഷയം പറയുന്നതിൻ്റെ ഇടയിൽ ഏതൊരു ചെറിയ ചലനവും ആ വിഷയത്തെ മാറ്റിക്കളയും. ഇവർക്കറിയില്ലത്. റബ്ബനാ ലാ തുആഖിദിന, അതുകൊണ്ട് ഞങ്ങളെ നീ പിടിച്ച് ശിക്ഷിക്കരുത്. ഇൻ നസീന, ഞങ്ങൾ മറന്നുപോയാൽ. ഇൻഷാ അല്ലാഹ് ഈ ആയത്തിന്റെ തുടർ രീതികളൊക്കെ പിന്നീട് ഇൻഷാ അല്ലാഹ് പറയുന്നതാണ്. പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.